ഈ കോവാലച്ചമ്മക്ക് ജയിലിൽ ചാടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? അതെ, അങ്ങേര് ഗുരുവായൂരപ്പനെ കണ്ടു തൊഴാനും പിന്നെ അങ്ങേരുടെ അപ്പന് പിണ്ടം വെക്കാനും വേണ്ടിയിട്ട് ചാടിയതാണെന്ന് ആ ചാനലുകാർ മുഴുവൻ പറയുന്നുണ്ട്. ഞാൻ കേട്ടത് ഗുരുവായൂർ ചെന്ന് അവിടുന്ന് തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാനുള്ള പരിപാടിയാന്ന് അറിഞ്ഞത്. എന്തായാലും അയാൾ നല്ല ഭക്തനാണ് കേട്ടോ. ആ കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതായത് തലയിൽ ഇങ്ങനെ ഇരുമുടിക്കെട്ട് വെച്ച പോലെ ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ടേ എട്ട കൈ കൊണ്ട് താങ്ങിയിട്ടുള്ളൊരു പോക്ക് കാണണം. ഭയങ്കര ഭക്തനാണ്. എന്നാൽ ആളൊരു മരപ്പൊട്ടനാട്ടാ. എന്താ അങ്ങനെ പറഞ്ഞേ? ഈ ജയിലിൽ കിട്ടുന്ന ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, മീൻ വറുത്തൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ അവൻ ജയിലിൽ ചാടി പോയത്. കൊലപാതകൾക്ക് ജയിലിൽ കിട്ടുന്ന ഭക്ഷണത്തിന്റെ കാര്യമായി പറഞ്ഞത്. എന്നാ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കണതാ കഞ്ഞിയും പയറും. കുട്ടികൾക്കല്ല നല്ല ഭക്ഷണം കൊടുക്കേണ്ടത്. വെറുതെ ബിട്ടേനെന്തിനാ തീറ്റി പോറ്റുന്നത്? നിനക്ക് ബിരിയാണി ഇഷ്ടമാണോ? ഇഷ്ടമാണ്, വല്ലപ്പോഴും കഴിക്കും. ഞാനും ബിരിയാണി കഴിച്ചിട്ട് ഒരുപാട് നാളായി. നീയാണ് എന്നെ ഇപ്പൊ പ്രലോഭിപ്പിച്ചത്. വായിൽ വെള്ളം വന്നിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല. അതെ, നമ്മൾ പണിയെടുത്താൽ നമുക്ക് ബിരിയാണി കഴിക്കാം. മനസ്സിലായ? ആ സുധാകരൻ്റെ പറമ്പ് കളിക്കണ്ടേ? പോട്ടേട്ടാ.